നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ കുറച്ച് ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ പേരുകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫുൾ നെയിമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യണം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോ പേരും നമുക്ക് ടൈപ്പ് ചെയ്ത് ഫുൾ നെയിമിന് താഴെ ടൈപ്പ് ചെയ്ത് ചേർക്കാം. പക്ഷേ അതിൽ മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇത്ര 10-30 പേരുടെയും ടൈപ്പ് ചെയ്ത് തരുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരു ട്രിക്ക് ഉണ്ട് എക്സലിൽ. ആ ട്രിക്ക് എന്താണെന്ന് നോക്കാം. അതിൻ്റെ പേരാണ് ഫ്ലാഷ് ഫിൽ. അപ്പോൾ ഫ്ലാഷ് ഫിൽ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി ഫുൾ നെയിം ആദ്യത്തെ ഒരു നെയിമിന് മാത്രം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് നെയിം ഒരു ലയണൽ മെസ്സി എന്നുള്ളതിൻ്റെ ലയണൽ എന്നുള്ളത് കോപ്പി ചെയ്യുക, Ctrl+C. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക, Ctrl+V. അതിനുശേഷം ഇതും ഇതുപോലെ കോപ്പി ചെയ്യുക. ഇവിടെ ഒരു സ്പേസ് ഇട്ടിട്ട് Ctrl+V പ്രസ് ചെയ്യുക, പേസ്റ്റ്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൊട്ട് താഴെ വരുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഡാറ്റ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഫ്ലാഷ് ഫിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഓട്ടോമാറ്റിക്കലി താഴെയുള്ള എല്ലാ സെല്ലുകളിലും അവരുടെ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും ആ കറക്റ്റ് ഓർഡറിൽ ഇവിടെ ഫില്ലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാറ്റ എക്സ്ട്രാക്ഷൻ ആണ് എടുത്തത്. നമുക്ക് ലയണൽ മെസ്സി എന്നുള്ള പേര് നമുക്ക് ഫസ്റ്റ് നെയിം ലയണൽ എന്നും സെക്കൻഡ് നെയിം മെസ്സി എന്നും പിന്നെ ഇനീഷ്യലും നെയിമും പിന്നെ ഷോർട്ട് നെയിം എന്നിവ നമുക്ക് ഫ്ലാഷ് ഫില്ല് യൂസ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നെയിം ലയണൽ എന്നുള്ളത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് മെസ്സി എന്നുള്ളതും ഇതുപോലെ കോപ്പി ചെയ്ത് Ctrl+C Ctrl+V പേസ്റ്റ് ചെയ്തു. ഇനി ഇനീഷ്യൽ ലയണൽ മെസ്സി എന്നുള്ളതിൻ്റെ ഇനീഷ്യൽ ഫസ്റ്റ് ലെറ്റർ L ആണ്. അത് ക്യാപിറ്റൽ L ആക്കി കൊടുക്കുക. സ്പേസ് ഇട്ടിട്ട് മെസ്സി അത് കോപ്പി ചെയ്ത് Ctrl+C Ctrl+V. ഇനി ഷോർട്ട് നെയിം നമുക്ക് ക്യാപിറ്റൽ എല്ലും ക്യാപിറ്റൽ എമ്മും കൊടുത്തത്. ഇനി താഴെയുള്ള കോളംസിൽ ഓട്ടോ ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡാറ്റ ടാബ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഫ്ലാഷ് ഫിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഓട്ടോമാറ്റിക്കലി 30 പേരുകളുടെയും ഫസ്റ്റ് നെയിം കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കായി ഫില്ലായിട്ടുണ്ട്. ഇതുപോലെ തന്നെ സെക്കൻഡ് നെയിമും നമുക്ക് ഫില്ല് ചെയ്യാം. കണ്ടോ, വളരെ ഈസി അല്ലേ? ഇതുപോലെ തന്നെ നമുക്ക് അപ്പർ കേസ്, ലോവർ കേസ് ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് നെയിം മാത്രം അപ്പർ കേസായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ലോവർ കേസും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഫോണ്ട് സ്റ്റൈൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കുക, പിന്നെ സ്മോൾ ലെറ്റർ കൊടുക്കുക. അത് കഴിഞ്ഞ് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, സെക്കൻഡ് ലെറ്റർ സ്മോൾ ലെറ്റർ. ഇനി നമുക്കത് ബോൾഡ് ആക്കാം, ഇറ്റാലിക്സ് ആക്കാം, പിന്നെ ഫോൺ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിനി ബാക്കിയുള്ള എല്ലാ കോളത്തിലെയും പേരുകൾ അപ്പർ കേസായി കിട്ടാനായിട്ട് നമുക്ക് ഡാറ്റ ടാബിൽ പോയിട്ട് ഫ്ലാഷ് ഫില്ല് ചെയ്ത് നോക്കാം.
കണ്ടോ, എല്ലാ പേരുകളും അപ്പർ കേസായിട്ട് ഓട്ടോമാറ്റിക്കലി ഫില്ലായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ലോവർ കേസും ചെയ്ത് നോക്കാം. ഫോണ്ട് സ്റ്റൈലും ചേഞ്ച് ചെയ്ത് നോക്കാം. അതുപോലെ കണ്ടോ, എത്ര ഈസിയായി. ഇതാണ് ഫ്ലാഷ് ഫിൽ. ഇതുപോലെ ആയിരക്കണക്കിന് സെല്ലുകൾ വരുന്ന ഡാറ്റയെ നിഷ്പ്രയാസം നമുക്ക് ഓട്ടോമാറ്റിക്കായി ഫിൽ ചെയ്തെടുക്കാൻ സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക.